ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു കാർ ഡയറി. നമ്മുടെ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ മാർക്കറ്റിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവന്ന കമ്പനിയാണ് ബജാജ്. പുതുമയില്ലാത്ത കമ്മ്യൂട്ടർ ബൈക്ക് സെഗ്മെൻറ്റിലേക്കാണ് ബജാജ് മസ്കുലർ ഡിസൈനും പവർഫുൾ എഞ്ചിനുമുള്ള പൾസർ എന്ന മോഡൽ 2001 കൊണ്ടുവരുന്നത്. പിന്നീട് അങ്ങോട്ട് പൾസറുകളുടെ കാലമായിരുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആളുകൾ പൾസറിനെ സ്വീകരിച്ചു. ബജാജ് എന്ന കമ്പനിയുടെ തന്നെ ഏറ്റവും വിൽപ്പന കൂടിയ ഒരു മോഡലായി മാറി പൾസർ. കാലം ചെല്ലുന്തോറും ബജാജ് പൾസറിൻ്റെ പുതിയ ഓരോ അപ്ഡേറ്റുകളും പുതിയ മോഡലുകളും അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2012 ഇന്ത്യക്കാരെ ഞെട്ടിച്ചുകൊണ്ട് ബജാജ് KTM ഇന്ത്യയിൽ അവതരിപ്പിച്ചു. KTMൻ്റെ ഡ്യൂക്ക് 200 എന്ന മോഡലാണ് ബജാജ് 2012 ജാനുവരിയിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അതുവരെ ഇന്ത്യക്കാർ കാണാത്ത ഡിസൈനും രൂപവും പവർ ഫിഗേഴ്സും മൊത്തത്തിൽ ഒരു ഏലിയൻ ലുക്കായിരുന്നു ഇന്ത്യക്കാർക്ക് ഡ്യൂക്ക് 200 എന്ന ബൈക്ക്. ലോക നിലവാരത്തിലുള്ള ഒരു എൻട്രി ലെവൽ സ്പോർട്സ് നേക്കഡ് ബൈക്കായിരുന്നു ഡ്യൂക്ക് 200. ഇന്ത്യക്കാരെ അതിൻ്റെ ഡിസൈനും അതിൻ്റെ പെർഫോമൻസും മൊത്തത്തിൽ അത് ഇന്ത്യക്കാരെ ഏറെ സ്വാധീനിച്ച ഒരു ബൈക്കായിരുന്നു. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന പോലെ 2012 ഡിസംബറിൽ ബജാജ് ഡ്യൂക്ക് 200 ബേസ് ചെയ്ത് ഡ്യൂക്ക് 200 എൻജിനും KTMൻ്റെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് NS200 എന്ന മോഡൽ പുറത്തിറക്കി. ഈ ഒരു NS200 എന്ന മോഡൽ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ ഒരു വിപ്ലവം സൃഷ്ടിച്ച മോഡലാണ്. കാരണം ഓൾറെഡി ആളുകൾ ഡ്യൂക്ക് 200 കണ്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു. അതിൻ്റെ വിലയും അങ്ങനെ ഞെട്ടിക്കുന്നതായിരുന്നു. ഏകദേശം 1.4 lakhsോളമായിരുന്നു അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു മോഡലിൻ്റെ എൻജിനും KTMൻ്റെ ടെക്നോളജിയും എല്ലാം യൂസ് ചെയ്ത NS200 എന്ന ഈ ബൈക്ക് ഏകദേശം 85,000 രൂപയോളം ഓൺ റോഡ് പ്രൈസിൽ അന്ന് കിട്ടുമായിരുന്നു. ഡ്യൂക്ക് 200 അത്രയും പെർഫോമൻസ് ഉള്ള എൻജിനും അതിനേക്കാൾ ടോപ്പ് എൻഡ് ഉള്ള എൻജിനും എന്നാൽ അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു എന്ന ഏറ്റവും വലിയ ഒരു ഓഫറായിരുന്നു NS200 കൊണ്ട് ബജാജ് അത് നൽകിയിരുന്നത്. എന്നാൽ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 9 വർഷത്തോളമായി. 9 വർഷത്തിനിടയ്ക്ക് ഈ വണ്ടിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഈ വണ്ടിയുടെ എതിരാളികളായ മറ്റു കമ്പനിയുടെ ബൈക്കുകൾക്ക് വന്ന മാറ്റങ്ങളുമായി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 2012 ഇത് ലോഞ്ച് ചെയ്തപ്പോൾ ഇതുണ്ടായിരുന്നത് KTMൻ്റെ 199.5 cc 4 valve ട്രിപ്പിൾ സ്പാർക്ക് എഞ്ചിനായിരുന്നു. ഇതിന് ഏകദേശം 23.5 PS പവർ, 9500 RPMലും 18.3 Nm ടോർക്ക്, 8000 RPMലും ഇത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഏകദേശം 3.6 സെക്കൻഡിൽ ഇത് 0 to 60 അടിക്കുമായിരുന്നു. 0 to 100 ഏകദേശം 9.8 സെക്കൻഡിലും ഈ വണ്ടിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിൻ്റെ ഡിസൈനൊക്കെ വളരെ അഗ്രസീവായിരുന്നു. അന്ന് വരെ ഇന്ത്യക്കാർ കാണാത്തൊരു പുതിയ രീതിയിൽ ഒരു ഇൻ്റർനാഷണൽ ലുക്കുള്ള വണ്ടിയായിരുന്നു NS200. കൂടാതെ ഗ്യാസ് ഫിൽഡ് മോണോഷോക്ക് സസ്പെൻഷൻ, ഡ്യുവൽ ഡിസ്ക്, ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ, പെരിമീറ്റർ ഫ്രെയിം, പാർഷ്യൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അങ്ങനെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ബൈക്കുകളിൽ അധികം കാണാത്ത ഡിസൈനും ഫീച്ചേഴ്സൊക്കെ ഒരുപാട് ഈ NS200 എന്ന മോഡലിലുണ്ടായിരുന്നു. പിന്നീട് NS200 ചെറിയ മാറ്റങ്ങൾ വന്ന 2014 മോഡലിലാണ്. 2014 മോഡലിലെ പുതിയ കളേഴ്സും പുതിയ കുറേ ഗ്രാഫിക്സൊക്കെ ബജാജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു സമയത്ത് തന്നെ ബജാജിനെ ഇന്തോനേഷ്യയിലേക്കും കൊളംബിയയിലേക്കും കയറ്റി അയക്കാൻ തുടങ്ങി. അവിടെ അത്യാവശ്യം ഫാൻസും അവിടെ അത്യാവശ്യം വിറ്റുപോകുന്ന ബജാജിൻ്റെ ഒരു മോഡലായിട്ട് മാറി NS200. അങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബജാജ് NS200 നേരിട്ട് ഒരു എതിരാളി ഇല്ലാത്ത ഒരു കാലമായിരുന്നു അത്. ആകപ്പാടെ ഉള്ളത് ആ പെർഫോമൻസിലും ആ ഒരു അഗ്രസീവ് ലുക്കൊക്കെ ഉള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് ഡ്യൂക്ക് 200 മാത്രമായിരുന്നു. അതിനാണെങ്കിൽ വിലയും കൂടുതലാണ്. NS200 ഡയറക്റ്റ് ആയിട്ടൊരു കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറയുന്ന സമയത്താണ് 2014 ഓട്ടോ എക്സ്പോയിൽ TVS ഒരു ബോംബിടുന്നത്. ആ ബോംബ് TVSൻ്റെ ഡ്രാക്കൺ എന്ന് പറയുന്ന 200cc മോട്ടോർ സൈക്കിളിൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. കാരണം മറ്റു പൾസർ മോഡലുകളുടെ എല്ലാത്തിൻ്റെയും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ അപ്പാച്ചി സീരീസ് തന്നെയാണ്. ബജാജിനെ പോലെ അപ്ഡേഷനുകൾ ബൈക്കിൽ കൊടുക്കുന്നതിൽ TVS ഒരു പിശുക്കും കാണിച്ചില്ല. ലോകത്തുള്ള എല്ലാ ടെക്നോളജികളും അവരുടെ ബൈക്കിൽ തന്നെ കൊണ്ടുവരണമെന്നുള്ളൊരു വാശി പോലെയാണ് TVS അവരുടെ ഓരോ ബൈക്കും ഉണ്ടാക്കിയത്. കാരണം 2006 തന്നെ അപ്പാച്ചി 160 ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ടായിരുന്നു. റിയർ ഡിസ്കൊക്കെ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. 2008 അപ്പാച്ചി 160 അവർ ഫ്യൂവൽ ഇഞ്ചക്ഷൻ അവതരിപ്പിച്ചു.
2011 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യ നിർമ്മിച്ച ഒരു മോട്ടോർ സൈക്കിൾ ഡ്യുവൽ ചാനൽ ABS അപ്പാച്ചി RTR 190 കൊണ്ടുവന്നു. ആ അപ്പാച്ചി RTRന് ഏകദേശം 17 bhp പവറും ഉണ്ടായിരുന്നു. അതൊരു മാരക ബൈക്ക് തന്നെയായിരുന്നു ആ സമയത്ത്. വണ്ടി ഇറങ്ങി ചുരുങ്ങിയ 8 വർഷം കൊണ്ട് തന്നെ 10 ലക്ഷം അപ്പാച്ചി ബൈക്കുകളാണ് TVS അക്കാലത്ത് വിറ്റിരുന്നത്. അങ്ങനെ പൾസർ 150ക്കും 190ക്ക് വലിയ ഭീഷണി ഉയർത്തി TVSൻ്റെ അപ്പാച്ചി സീരീസ് ഇതാ ഇപ്പോൾ NS200 സെഗ്മെൻറ്റിലേക്കും കടന്നു വന്നിരിക്കുന്നു. അങ്ങനെ 2015 ആയപ്പോഴത്തേക്കും TVS അപ്പാച്ചി 200 അപ്പാച്ചിയുടെ ഒരു 200cc ബൈക്ക് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുമെന്ന് ഏകദേശം ഉറപ്പായി. കാരണം ഈ ബൈക്ക് റോഡ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ അക്കാലത്ത് ഇൻ്റർനെറ്റുകളിൽ വളരെ വൈറലായിരുന്നു. പക്ഷേ 2015 ആരും പ്രതീക്ഷിക്കാതെ വേറൊരു കാര്യം കൂടി സംഭവിച്ചു. ബജാജിൻ്റെ നല്ല രീതിയിൽ വിറ്റുകൊണ്ടിരുന്ന ബജാജിന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയ ഇന്തോനേഷ്യയിലും കൊളംബിയയിലേക്കൊക്കെ കയറ്റി അയച്ച് ഏകദേശം മാസത്തിൽ 2500 മുതൽ 3000 യൂണിറ്റ് വരെ വിറ്റുകൊണ്ടിരുന്ന NS200 ബജാജ് 2015 ഏപ്രിൽ ഡിസ്കണ്ടിന്യൂഡ് ചെയ്യുക എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നത്. ഇതിന് ബജാജ് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ ബജാജിൻ്റെ ചഖാൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റിലായിരുന്നു ഈ NS200 ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ബജാജ് പുതിയൊരു വണ്ടി നിർമ്മിച്ചു തുടങ്ങി. അത് നമ്മുടെ AS ട്വിൻസ് ആണ്, AS 150യും AS 200ഉം. ആ ബൈക്ക് വരുന്നത് കൊണ്ട് ആ ബൈക്ക് NS200നെ റീപ്ലേസ് ചെയ്യുമെന്നാണ് ബജാജ് പറഞ്ഞത്. അങ്ങനെ 2016 TVS അവരുടെ അപ്പാച്ചി RTR 200 4V എന്ന മോഡൽ അവതരിപ്പിച്ചു. NS200ൻ്റെ എതിരാളിയായിട്ടായിരുന്നു ഈ ബൈക്ക് വന്നത്. പക്ഷേ അപ്പോഴേക്കും NS200 ഡിസ്കണ്ടിന്യൂഡായി പോയിരുന്നു. ഏകദേശം 98,000 രൂപയായിരുന്നു ഈ ബൈക്കിന് അന്നത്തെ എക്സ്-ഷോറൂം വില. അതൊരു 197.7 cc ഓയിൽ കൂൾഡ് എഞ്ചിനായിരുന്നു. ഇത് 20.5 PS പവർ കാർബറേറ്റർ വേരിയൻറ്റിലും 21 PS പവർ FI വേരിയൻറ്റിലും പ്രൊഡ്യൂസ് ചെയ്തു. 18.1 Nm ടോർക്കായിരുന്നു ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. അക്കാലത്ത് തന്നെ ആദ്യമേ തന്നെ ഈ അപ്പാച്ചി 200ൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ വേരിയൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ പിറേലി ടയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിരുന്നു. അങ്ങനെ NSനേക്കാളും ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് അപ്പാച്ചി 200 കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴും NS200ൻ്റെ അത്ര പവറും പെർഫോമൻസൊക്കെ ഉള്ള ഒരു എൻജിൻ അപ്പാച്ചിക്ക് ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ 2017 NS200 പിന്നെയും ബജാജ് ലോഞ്ച് ചെയ്തു. ഇത്തവണ ഒരു BS4 വേരിയൻ്റ് ആയിട്ടായിരുന്നു വന്നത്. പവറിലൊക്കെ സ്ലൈറ്റ്ലി ചേഞ്ച് ഉണ്ടായി. 24 bhpയും പവറും 18.5 Nm ടോർക്കും ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഇതിന് പിന്നെയും പുതിയൊരു ഗ്രാഫിക്സും പുതിയ കളറൊക്കെ കൊണ്ടുവന്നു. 2017 അപ്പാച്ചി കാര്യമായ മാറ്റമൊന്നും വന്നില്ല. ആ സമയത്താണ് അപ്പാച്ചിയുടെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ മോഡൽ ഡെലിവറി ചെയ്ത് തുടങ്ങിയത്. 2016 തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷനും കാർബറേറ്റർ മോഡലും ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും 2017 ആയപ്പോഴത്തേക്കാണ് ബുക്ക് ചെയ്തവർക്ക് വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡൽ ഡെലിവറി ചെയ്ത് കിട്ടിയത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ബുക്ക് ചെയ്ത പലരും ആ സമയത്ത് കാർബറേറ്റർ വാങ്ങിച്ചിരുന്നുവെങ്കിലും 2017 ആയപ്പോഴത്തേക്കാണ് അവർ ആ ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡൽ കൊണ്ടുവന്നത്. 2018 NS200ൽ കാര്യമായ മാറ്റമൊന്നും വന്നില്ല. എന്നാൽ 2018 അപ്പാച്ചിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അപ്പാച്ചിയിൽ അന്ന് അവർ ABS കൊണ്ടുവന്നു. അതും സിംഗിൾ ചാനൽ ABS അല്ല, ഒരു ഡ്യുവൽ ചാനൽ ABS ആണ് TVS അപ്പാച്ചിയിൽ കൊണ്ടുവന്നത്. പിന്നെ 2018 പിന്നെയും 2018 മിഡ് ആയപ്പോഴത്തേക്ക് പിന്നെയും ഒരു അപ്ഡേഷൻ അപ്പാച്ചിയിൽ കൊണ്ടുവരുന്നു. അത് അപ്പാച്ചിയുടെ റേസ് എഡിഷൻ ആയിരുന്നു. പുതിയ ഗ്രാഫിക്സും പുതിയ കളറും ഒരു ചെറിയ വൈസറും പിന്നെ ആ സെഗ്മെൻറ്റിൽ തന്നെ ആദ്യമായിട്ട് ആരും ചിന്തിക്കാത്ത പോലും ഒരു കാര്യമായ സ്ലിപ്പർ കച്ച് എന്നൊരു സംവിധാനവും 2018 അപ്പാച്ചിയിൽ TVS കൊണ്ടുവന്നു. അതും വലിയ വില വ്യത്യാസമൊന്നും വരാതെ തന്നെ TVS ഈ മാറ്റങ്ങളെല്ലാം അവരുടെ വണ്ടിയിൽ ഉൾക്കൊള്ളിച്ചു. പിന്നീട് 2019 ആയപ്പോഴത്തേക്കാണ് NS200ൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷനും ABSും വന്നു. അതൊരു സിംഗിൾ ചാനൽ ABS ആയിരുന്നു. ഒരുപാട് വൈകിയാണ് ബജാജ് NS200ൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നത്. ആ സമയത്ത് ചെറിയ ബൈക്കുകളിൽ വരെ ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നുള്ള സിസ്റ്റം ഉണ്ടായിരുന്നതാണ്. ബജാജ് NS200ന് ശരിക്കും വൈകിയാണ് ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നൊരു അപ്ഡേഷൻ കൊടുത്തത്. ABSൻ്റെ നിയമങ്ങൾ വന്നതോടെ, അതായത് ഈ 150 cc മുകളിൽ ഉള്ള ബൈക്കുകൾക്ക് ABS വേണമെന്നുള്ള നിയമം വന്നതുകൊണ്ട് മാത്രമാണ് NS200ൽ ആ സമയത്ത് ABS വന്നത്. 2019 ഒക്ടോബർ ആയപ്പോഴത്തേക്കും TVS അപ്പാച്ചിയിൽ സ്മാർട്ട് കണക്റ്റ് കൊടുത്തു. അതുവഴി വണ്ടിയുമായി ഫോൺ കണക്ട് ചെയ്യാനും നാവിഗേഷനും അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ആ ഒരു
സ്മാർട്ട് കണക്റ്റിലൂടെ ടി വി എസ് കൊണ്ടുവന്നു. അവിടെ നിന്നില്ല, 2019 ഡിസംബർ ആയപ്പോഴത്തേക്കും പുതിയ അപ്പാച്ചി തന്നെ ലോഞ്ച് ചെയ്തു. പുതിയ ഡിസൈൻ, പുതിയ ഹെഡ് ലാമ്പ്, പിന്നെ പുതിയ ഗ്ലൈഡ് ത്രൂ ട്രാഫിക് ടെക്നോളജി, അങ്ങനെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സുമായിട്ട് പുതിയ അപ്പാച്ചി 2019 ലോഞ്ച് ചെയ്തു. ഏകദേശം ലോഞ്ച് ചെയ്ത് 3 വർഷത്തിനുള്ളിൽ തന്നെ അവർ അപ്പാച്ചിയിൽ കൊടുക്കാവുന്നത്ര മാക്സിമം അപ്ഡേറ്റുകൾ കൊടുത്തു. ഈ സമയത്ത് 2020 NS200 വന്ന കാര്യമായ മാറ്റം എന്ന് വെച്ചാൽ ഒരു BS6 എഞ്ചിനും വന്നു, പിന്നെ കുറച്ച് പുതിയ ഗ്രാഫിക്സും വന്നു, പുതിയ കളറും വന്നു. ഇത് മാത്രമാണ് NS200 ആ സമയത്ത് വരുന്നൊരു അപ്ഡേഷൻ എന്ന് പറയാനായിട്ട്. വണ്ടി ഇറങ്ങി ഇത്ര നാളായിട്ടും വണ്ടിയിൽ അപ്പോഴത്തേക്ക് വന്ന മാറ്റം എന്ന് പറയാനായിട്ട് ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ മാത്രമുണ്ടായിരുന്നു. പിന്നെ ABS വന്നെന്ന് പറഞ്ഞാൽ അത് വെറും ഒരു സിംഗിൾ ചാനൽ ABS ആണ്. അത് 150 cc മുകളിൽ കപ്പാസിറ്റിയുള്ള വണ്ടിക്ക് ABS വേണമെന്നുള്ളൊരു നിയമം ഉള്ളത് കൊണ്ട് മാത്രം, നിയമത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു ഫീച്ചർ എന്ന് മാത്രം അതിന് പറയാം. കാര്യമായിട്ട് ഒരു മാറ്റവും അപ്പോഴും NS200 വന്നിട്ടില്ലായിരുന്നു. NS200 അപ്പോഴും ഇപ്പോഴും എല്ലാവരും പറയുന്ന പോലെ അപ്പാച്ചിയുമായി കമ്പയർ ചെയ്യുമ്പോൾ KTMൻ്റെ ഒരു നല്ല എഞ്ചിനുമുണ്ട്, ഒരു 6 ഗിയറുമുണ്ട്, 6ാമത്തെ ഗിയറുമുണ്ട്. ഈ ഒരു കാര്യം മാത്രമേ NS200 ഇപ്പോഴും എപ്പോഴും പറയാനുള്ളൂ. പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക്, ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസ് ബൈക്ക് വേണ്ടവർക്ക് പറ്റിയ വണ്ടി തന്നെയാണ് NS200. പക്ഷേ ഇത്രയും കാലമായിട്ടും ഇതിനൊരു അപ്ഡേഷനും ബജാജ് കൊണ്ടുവന്നിട്ടില്ല. മറുവശത്താകട്ടെ അപ്പാച്ചിയിൽ എന്തെല്ലാം കൊണ്ടുവരാം, എന്തെല്ലാം ഫീച്ചേഴ്സ് കുത്തിക്കയറ്റാം, അത്രയും ഫീച്ചേഴ്സ് കുത്തിക്കയറ്റിയാണ് TVS വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. 2020 അവസാനം വന്ന ഏറ്റവും പുതിയ അപ്പാച്ചി നോക്കിയാൽ മതി. അതിലാകട്ടെ റൈഡിംഗ് മൂഡ്സ് വന്നു. റൈഡിംഗ് മൂഡ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള വണ്ടിയിലെ പോലെ വെറുതെ ഷോ ഓഫിന് വേണ്ടിയുള്ള റൈഡിംഗ് മൂഡ്സ് ആയിരുന്നില്ല. റെയിൻ മോഡിലേക്ക് ഇട്ടാൽ ABSൻ്റെ പെർഫോമൻസ് കൂടുകയും എഞ്ചിൻ്റെ പെർഫോമൻസ് കുറയും. അങ്ങനെ ഒരു നമ്മൾ റൈഡിംഗ് മോഡ് മാറ്റുന്നതിലൂടെ കാറുകളുടേതൊക്കെ പോലെ തന്നെ ശരിക്കും എഞ്ചിനിലും വണ്ടിയുടെ പെർഫോമൻസിലും ബ്രേക്കിങ്ങിലൊക്കെ മാറ്റം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ നല്ല എഫിഷ്യൻ്റായ ഒരു റൈഡിംഗ് മൂഡാണ് TVS കൊടുത്തത്. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ്, ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, അതും ഫ്രണ്ടിലും ബാക്കിലും, സ്ലിപ്പർ ക്ലച്ച്, ഡ്യുവൽ ചാനൽ ABS, പെറ്റൽ ഡിസ്ക് ബ്രേക്സ്, അങ്ങനെ ഒരു വണ്ടിയിൽ കുത്തിക്കയറ്റാവുന്നതിൻ്റെ മാക്സിമം ഫീച്ചേഴ്സ് TVS ഇതിൽ കുത്തിക്കയറ്റി. മറുവശത്താകട്ടെ NS200 2012 നിന്ന് വലിയ പറയത്തക്ക മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷേ ഇപ്പോഴും NS200 ആരാധകരുള്ള അതിൻ്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. KTMൻ്റെ ആ ഒരു 200 cc എഞ്ചിനും ഒരു 6ാമത്തെ ഗിയർ ഉണ്ടെന്നുള്ള അഡ്വാൻറ്റേജും NS200 അപ്പാച്ചിനേക്കാളും ഒരു പടി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മാത്രം മുമ്പിൽ നിർത്തുന്നു. പക്ഷേ പെർഫോമൻസിന് വേണ്ടി മാത്രം ആരൊക്കെയാണ് വണ്ടി മേടിക്കുന്നത്? അങ്ങനെ പെർഫോമൻസിന് വേണ്ടി മാത്രം എന്തിനാണ് നമ്മളൊരു വണ്ടി വാങ്ങുന്നത്? ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് നമുക്ക് അപ്പാച്ചി 200 കിട്ടുന്നത്. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള പെർഫോമൻസ് ഉണ്ട്, ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, ആവശ്യത്തിനുള്ള മൈലേജ് ഉണ്ട്. അങ്ങനെ വാല്യൂ ഫോർ മണി എന്ന് പറയാവുന്ന ഒരു വണ്ടിയാണ് അപ്പാച്ചി 200. നമ്മൾ കൊടുക്കുന്ന കാശിന് അതിലെല്ലാം ഉണ്ട്. പക്ഷേ NS200 ഒരുപാട് പിന്നിലാണ്. അപ്ഡേഷൻ്റെ കാര്യത്തിലായാലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും NS200 ഒരുപാട് പിന്നിലാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും ന്യായം പോലെ പറയാം, അതിലിരിക്കുന്ന KTMൻ്റെ എഞ്ചിനാണ്, അതിൻ്റെ പെർഫോമൻസ് അപ്പാച്ചിയുടെ ആ ഒരു എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ നേരാണ്. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, എത്ര വർഷമായി, 9 വർഷത്തോളമായി ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ട് ഇതുവരെയും ഇതിനകത്ത് കാര്യമായ ഒരു അപ്ഡേഷൻ കമ്പനി കൊണ്ടുവന്നിട്ടില്ല. നമ്മളിപ്പോഴും ആ 2012 85,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസിൽ ഇറങ്ങിയ വണ്ടിയാണ് ഫ്യൂവൽ ഇഞ്ചക്ഷനും സിംഗിൾ ചാനൽ ABSും വന്നുള്ള കാരണത്തിന് മാത്രം 1.5 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് കൊടുത്ത് വാങ്ങുന്നത്. അത്രയും വിലയ്ക്ക് അന്ന് കിട്ടിയ വണ്ടിയിൽ ഈ 2 മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. എന്നിട്ടും നമ്മളിന്നത് 1.5 ലക്ഷം രൂപയോളം കൊടുത്താണ് ഇത് വാങ്ങുന്നത്. 6ാമത്തെ ഒരു ഗിയറിനും KTMൻ്റെ എഞ്ചിനും വേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.